നമസ്കാരം. വയനാടിലെ മേപ്പാടി, പുത്തുമല, വെള്ളരിമല, ഉണ്ടകൈമല, പുഞ്ചിരിമട്ടം എന്നീ പ്രദേശങ്ങളിലൊക്കെ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഞാൻ അവിടെ സന്ദർശിക്കുവാൻ എനിക്ക് അവസരം കിട്ടി. വയനാട് തന്നെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ശ്രീ ബാദുഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ശാസ്ത്രജ്ഞനായിട്ടുള്ള ഗവേഷകനായിട്ടുള്ള ശ്രീ വിഷ്ണുദാസ് നടത്തുന്ന ഹും എന്ന് പറയുന്ന പ്രകൃതി സംരക്ഷണ പഠന ഗവേഷണ സ്ഥാപനത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് വയനാട്ടിലേക്ക് പോയത്. നിരവധി സന്നദ്ധ സംഘടനകളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും വയനാട്ടിൽ നടത്തിയ സെമിനാറിൻ്റെ ഭാഗമായി 2 ദിവസം വയനാട്ടിലുണ്ടായിരുന്നു. ഒന്നാം ദിവസം ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളാകെ നടന്നു കാണുവാൻ അവസരം കിട്ടി. എന്നോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സമിതി അംഗം ഡോക്ടർ കെ ജി താര, കുസാറ്റിലെ കാലാവസ്ഥാ ഗവേഷണ പഠന വിഭാഗത്തിലെ വളരെ സീനിയറായിട്ടുള്ള ഡോക്ടർ അഭിലാഷ്, അതുപോലെ തന്നെ ഡോക്ടർ വിഷ്ണുദാസ്, മറ്റ് നിരവധി സ്ഥാപനങ്ങളിലെ ഗവേഷകർ, ശാസ്ത്രജ്ഞന്മാർ, റിട്ടയറായ IAS ഓഫീസേഴ്സ്, ഗോപിനാഥൻ സാറിനെ പോലെയുള്ളവർ ഒക്കെ ഉള്ള വലിയൊരു സംഘമാണ് ഫീൽഡ് വിസിറ്റ് ചെയ്തത്. നമ്മളിവിടെ കാണുന്നതോ കേൾക്കുന്നതോ പറയുന്നതോ ഒന്നുമല്ല വയനാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2300ഓളം മീറ്റർ പൊക്കമുള്ള 6000-6600 അടി പൊക്കമുള്ള ഒരു മല, വെള്ളരിമലകളുടെ ചേമ്പ്രോം മലകളുടെ ഭാഗമായിട്ടുള്ള ഒരു മല 31 ദിവസം തുടർച്ചയായി മഴ പെയ്തതിൻ്റെ ഭാഗമായി, 2 ദിവസത്തെ അതിശക്തമായ മഴയുടെ ഭാഗമായി ഉരുൾപൊട്ടുകയുണ്ടായി. തലേ ദിവസം തന്നെ ഗ്രാമവാസികൾക്കടക്കം വലിയ അറിവുകൾ കിട്ടിയിരുന്നു. പ്രകൃതിയിലെ ജീവജാലങ്ങൾ, അതുപോലെ തന്നെ മൃഗങ്ങൾ, പുഴയിലെ വെള്ളത്തിൻ്റെ നിറം മാറ്റം, ശക്തമായ കാറ്റ്, പുഴയുടെ സ്വഭാവം എല്ലാം വലിയ വ്യത്യാസം വന്നിരുന്നു. കുറേ ആളുകൾ മാറി താമസിച്ചു. കുറച്ച് പേർ തൻ്റെ നാടല്ലേ, എത്രയോ ഉരുൾപൊട്ടലുകൾ കണ്ടതാണ്, ജനിച്ചത് മുതൽ ഇവിടെയാണല്ലോ താമസം, നമ്മളെ അങ്ങനെ ചതിക്കില്ല മലനിരകൾ എന്ന വലിയ വിശ്വാസത്തോടുകൂടി ആ താഴ്വരകളിലും പ്രദേശങ്ങളിലും ധാരാളം ആളുകൾ താമസിച്ചിരുന്നു. 800 മീറ്ററിന് മുകളിൽ പൊക്കം ഉള്ള പ്രദേശത്ത് തുടങ്ങുന്ന മുണ്ടകൈയിൽ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ ചൂരൽമലയിൽ നിന്ന് തുടങ്ങി, ചൂരൽമല വലിയൊരു മലയല്ല, ഒരു താഴ്വര പ്രദേശമാണ്, നദിയുടെ അടുത്തുള്ളൊരു പ്രദേശമാണ്. അവിടെ നിന്ന് തുടങ്ങി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 2300 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ്. ആ ഭൂപ്രദേശത്തിൻ്റെ ആ മലയുടെ മറുവശത്ത് വലിയ തോതിൽ പ്രകൃതിയുടെ ഫലമായി തന്നെ വലിയ പ്രവർത്തനങ്ങൾ സംഭവിച്ചതിൻ്റെ ഭാഗമായി ധാരാളം ഉരുൾപൊട്ടലുകൾ സംഭവിച്ച പ്രദേശമാണ്. 2500 വർഷങ്ങൾക്ക് മുമ്പ് 2500 ഹെക്ടർ പ്രദേശം വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ കോവിലകത്ത് നിന്ന് കേരള സർക്കാർ ഏറ്റെടുത്ത സ്ഥലമാണ്. ഏറ്റെടുക്കുന്ന സമയത്ത് വളരെ ജൈവ വൈവിധ്യമുണ്ടായിരുന്ന മലനിരകളായിരുന്നു. അതിനുശേഷം അവിടെ ഏലക്കാടുകൾ വന്നു, വാനില കൃഷി വന്നു, ധാരാളം കൃഷികൾ വന്നു. അതുപോലെ തന്നെ ആ മലയുടെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും താഴ്വാര പ്രദേശങ്ങളിലും ഏകദേശം ഒരു 300 അടി താഴെ, ഈ 2300 ഒരു 300 അടി താഴെ മുതൽ ആദിവാസികളുടെ ജീവിത രീതിയുണ്ട്, സെറ്റിൽമെൻറ്റുകളുണ്ട്. അതിന് താഴേക്ക് മലകളിൽ താഴോട്ട് വന്നാൽ ഒറ്റപ്പെട്ടതും തെറ്റുമായിട്ടുള്ള വീടുകളുണ്ട്. താഴേക്ക് വരുന്തോറും വീടുകളുടെ എണ്ണം കൂടി ഏകദേശം ചൂരൽമല എത്തുമ്പോൾ വലിയ ജനവാസമുണ്ട് അവിടെ. ആ മലനിരകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ പ്രദേശങ്ങളിൽ വളരെ കുറച്ച് സോയിൽ മാത്രമേ ഉള്ളൂ, മേൽമണ്ണ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പാറകൾക്ക് ഇളകുവാൻ വലിയ സാധ്യതയുള്ള വിള്ളലുകളും ലീനിയൻമെൻറ്റ്, ജിയോളജി ഭാഷയിൽ പറഞ്ഞാൽ ലീനിയൻമെൻറ്റും ഒക്കെ ഉണ്ട്. മറുവശത്ത് മറ്റൊരു ഭാഗത്ത് കുറച്ച് ആഴത്തിൽ മണ്ണുണ്ട്. രണ്ടും അപകടം ചെയ്തിട്ടുണ്ട്.
മണ്ണ് കുറഞ്ഞിടത്ത് പാറ പെട്ടെന്ന് എക്സ്പോസ് ചെയ്യാനും മണ്ണിൻ്റെ കനം കൂടുതലുള്ള സ്ഥലത്ത് ധാരാളം വെള്ളമെടുത്ത് വെക്കുന്ന അബ്സോർബ് ചെയ്യുന്ന മണ്ണായതുകൊണ്ട് കിട്ടുന്ന മഴയെ അത്രയും ശേഖരിച്ച് വെക്കുന്ന സ്വഭാവവും കാണും. ആ മലനിരകളിൽ നിന്നുള്ള ചെറിയ ഉറവകളിലെ ഓസിട്ട് അവിടെ നിന്നാണ് താഴേക്കുള്ള ആളുകൾ വെള്ളമെടുത്തിരുന്നത്. ചില വീടുകളിൽ കിണറുണ്ട്. ഞങ്ങൾ ചെന്ന ദിവസം ഒരു കുടുംബം, ആ വീട്ടിലെ കുട്ടി മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. ബന്ധുമിത്രാദികളിൽ അമ്മയൊക്കെ, കുഞ്ഞിൻ്റെ അമ്മ മരിച്ചുപോയി. ആ കുഞ്ഞിൻ്റെ ചുവന്ന ഫ്രോക്ക് കിട്ടുമോ എന്ന് കുഞ്ഞ് കരയുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണല്ലോ. എന്നിട്ടും ആ ഇടിഞ്ഞു പോയി കിടക്കുന്ന വീടിൻ്റെ ഇടയിൽ കുഞ്ഞുമോൾ കരയുന്നത് കൊണ്ട് ചുവന്ന ഫ്രാക്ക് കിട്ടുമോ എന്ന് അന്വേഷിച്ച് പോകുന്ന കുഞ്ഞമ്മയെയും കൊച്ചച്ഛനെയും ഒക്കെ ഞങ്ങൾ കണ്ടു. അവർ മുസ്ലിം കുടുംബമായതുകൊണ്ട് കൊച്ചുവാപ്പയും അതുപോലെ ഉമ്മയുടെ അനുജത്തിയും ഒക്കെയാണ്. ഉമ്മ പോയി കുഞ്ഞിൻ്റെ അനുജത്തിയുമാണ് പോയി ഇതെടുക്കാൻ പോകുന്നത്. കുഞ്ഞിൻ്റെ ആ പ്രാർത്ഥനയുടെ ഫലമാണോ എന്നറിയില്ല, ആ ചുവന്ന ഫ്രാക്ക് കിട്ടി. വളരെ വേദനയോടുകൂടിയാണ് ആ കുടുംബം ഞങ്ങളോട് പറഞ്ഞത്. തലേദിവസം രാത്രി വരെ കിടന്നുറങ്ങിയവർ 1 മണിയായപ്പോൾ കേട്ട വെള്ളം വീടിനടുത്തേക്ക് എത്തിയ ശബ്ദം കേട്ട് അവർ പലരും ഇറങ്ങി ഓടി. മുകളിലേക്ക് മലകളുടെ വശങ്ങളിലേക്ക് ഓടിയവർ രക്ഷപ്പെട്ടു. താഴേക്ക് ഓടിയവർ വെള്ളത്തോടൊപ്പം അവരെ എടുത്തുകൊണ്ടുപോയി. 1 മണിക്ക് രാത്രി ഉറങ്ങാൻ കിടന്നവർ 1 മണിയായപ്പോൾ ആദ്യ പൊട്ടലിലും 3/4 മണിക്കൂർ കഴിയുമ്പോഴുള്ള അടുത്ത പൊട്ടലിലും 3ാമത്തെ പൊട്ടലിലും 2-3 പ്രാവശ്യം ഉരുൾപൊട്ടി ആ മലനിരയാകെ താഴെയിട്ട് എടുത്തുകൊണ്ട് വരുന്ന വളരെ ഹൃദയഭേദകമായ കാഴ്ചയാണ്. അവിടെ കുടിയേറ്റക്കാരുണ്ട്, കയ്യേറ്റം നടത്തിയവരുമുണ്ട്. 150 വർഷങ്ങൾക്ക് അപ്പുറം അട്ടിമല എന്ന സ്ഥലത്ത് സായിപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ബംഗ്ലാവും ഉണ്ട് അവിടെ. ആ മലയുടെ മുകളിൽ വേറൊരു മല, അട്ടിമല എന്ന് പറയുന്ന മലയുടെ മുകളിൽ. ഈ പുഞ്ചിരിമട്ടത്തും അതുപോലുള്ള ഉണ്ടകൈ മലയിലുമൊക്കെ കൃത്രിമമായി ചെറിയ ജലസ്രോതസ്സുകളുടെ സാന്നിധ്യവും കാണുന്നുണ്ട്. വളരെ ആഴത്തിലല്ലെങ്കിൽ പോലും നീരുറവകളും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മലനിരകളിൽ ഉണ്ടായിട്ടുള്ള കാർഷികപരമായ ഇടപെടലുകളും അത് കേവലം കൃഷിക്കാർ മാത്രം ചെയ്യുന്നതായിരിക്കില്ല. അവിടെ വലിയ വസ്തു വാങ്ങിയിട്ടുള്ള ആളുകളുമുണ്ട്. അവരുടെയൊക്കെ കൃഷിരീതികളുടെ അശാസ്ത്രീയത കൊണ്ടാവാം, മലനിരകളുടെ സ്വഭാവം കൊണ്ടാകാം, ഞാനീ പറഞ്ഞ പോലെ മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും സ്വഭാവം കൊണ്ടാകാം, അതിശക്തമായ മഴ വന്നതുകൊണ്ടാകാം. ഒരു 10-14 ഘടകങ്ങൾ ഉണ്ടെങ്കിലാണ് ഉരുൾപൊട്ടൽ ശക്തമായ ഒരു പ്രദേശത്ത് ഉണ്ടാവുന്നത്. ഉരുൾപൊട്ടലിൻ്റെ നാശം ദുരന്തമായി മാറുന്നത്, പ്രകൃതി പ്രതിഭാസമായ ഒരു ഉരുൾപൊട്ടലിൻ്റെ നാശം ദുരന്തമായി മാറുന്നത് ആ പ്രദേശത്ത് മനുഷ്യവാസം കൂടി ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ മനുഷ്യവാസം ഉണ്ടായിരുന്ന ഈ 3 മലകളിലും താഴെ പ്രദേശങ്ങളിലെ അക്വിഫർ അല്ലെങ്കിൽ നീരട്ടി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ആ ഭൂമിക്ക് അടിയിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും വലിയ വ്യത്യാസം വന്ന് കാണാം. മലനിരകളുടെ താഴ്വാരങ്ങളിൽ റോഡിന് വേണ്ടിയിട്ടും പല രൂപത്തിലും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, കൃഷിക്ക് വേണ്ടിയിട്ടും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു മല നിലനിൽക്കുന്നത് അതിൻ്റെ ചരിവും താഴ്വരയും ഒക്കെ ചേർന്നുള്ള ഒരു ബലത്തിലാണ് എല്ലാം കൂടി നിൽക്കുന്നത്. താഴ്ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഇടപ്രദേശങ്ങളിൽ ഇടപെടലുകൾ നടക്കുമ്പോൾ അവിടെയെല്ലാം വെള്ളമിറങ്ങുവാനും ജലസ്തരത്തിൻ്റെ പുതിയ രൂപങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. ഭൂമിയിൽ മഴ പെയ്യുന്നത് കടലിലെ വെള്ളം നീരാവിയായിട്ട് മാത്രമല്ല, മരങ്ങളിൽ നിന്നുള്ള ഇവാപ്പറേഷൻ ബാഷ്പീകരണമുണ്ട്, ഇലകളിൽ നിന്നുള്ള ട്രാൻസ്പിറേഷനുണ്ട്, മണ്ണിൽ നിന്നുള്ള ഇവാപ്പറേഷനുണ്ട്, സേചനം എന്ന് പറയുന്ന സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിഭാസമുണ്ട്. അങ്ങനെ നിരവധി ഘടകങ്ങൾ കൊണ്ടാണ് മഴയ്ക്കാവശ്യമായ മേഘങ്ങൾ രൂപപ്പെടാൻ വെള്ളം ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. മലനിരകളിൽ തീർച്ചയായിട്ടും താഴെ വരുന്ന മഴക്കാറ്റുകളെ ഓറോഗ്രാഫിക് എഫക്റ്റ് എന്ന് പറയുന്ന രീതിയിൽ പിടിച്ച് വലിച്ച് മുകളിലേക്ക് വലിച്ച് തണുപ്പിച്ച് മഴയായി മാറ്റുന്നതിൽ മലകൾക്ക് വലിയ പങ്കുണ്ട്. വളരെ ലളിതമായി പറഞ്ഞാൽ കേരളത്തിൽ ഓറോഗ്രാഫിക് റെയിൻഫാളും കൂടി കിട്ടുന്നൊരു പ്രദേശമാണല്ലോ. പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടിക്കൊണ്ടിരുന്ന ലക്കിടി എന്ന് പറയുന്നത് ഈ മലനിരകളുടെ മറ്റൊരു ഭാഗമാണ്. ലക്കിടിയിൽ ഇപ്പോൾ മഴ അത്ര ഇല്ല. ആ മഴ നേര്യമംഗലത്തേക്ക് പോയി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴയുള്ളത് ഇപ്പോൾ ലക്കിടിയിലല്ല. എന്നാൽ ലക്കിടിയേക്കാൾ മഴ
മേപ്പാടിയിൽ പെയ്യുന്നു. നൂൽമഴയുടെ നാടെങ്ങനെ ഇത്രയും മഴയുള്ള പ്രദേശമായി? നിരവധി കുന്നുകളും മലകളുമുള്ള അതിമനോഹരമായ ഒരു സ്ഥലം. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ലോകത്തിലെ 2ാം സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറഞ്ഞ് അവർ അവകാശപ്പെട്ടിരുന്നു. രാജ്ഞിമാരും സായിപ്പന്മാരുമൊക്കെ വ്യാപകമായി വേനൽക്കാലത്ത് സുഖവാസത്തിന് വേണ്ടി വന്ന് താമസിക്കുകയും പിന്നീട് അത് അധിനിവേശത്തിൻ്റെ രൂപത്തിലേക്ക് പോവുകയും റബ്ബറും ടീയും ഏലവും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവിടെ വരികയുണ്ടായി. പ്രധാനമായി ഏലമാണ് കൂടുതൽ വന്നിരിക്കുന്നത്. മലനിരകളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ആളുകൾ ചെറിയ കെട്ടിടം വെച്ചതുകൊണ്ടോ റോഡ് നിർമ്മിച്ചതുകൊണ്ടോ മാത്രമല്ല, വ്യാപകമായ രീതിയിൽ അവിടുത്തെ ലാൻഡ്സ്കേപ്പിന് മാറ്റം വന്നിട്ടുണ്ട്. ഇതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാളുടെയോ 2 ആളുടെയോ പ്രവൃത്തി കൊണ്ടല്ല, നിരവധി വർഷങ്ങളുടെ നിരവധി ഘടകങ്ങളുടെ പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും ഒക്കെ ഇടപെടൽ കൊണ്ടുള്ള പ്രതിഭാസങ്ങളിലൂടെ സംഭവിക്കുന്നതാണ്. മനുഷ്യൻ അതിജീവനത്തിന് വേണ്ടി മലകളും പുഴകളും തോടുകളും കാടുകളും കാവുകളുമൊക്കെ ഒരു പരിധിവരെ വകമാറ്റിയും ഇല്ലാതാക്കിയും നശിപ്പിച്ചുമൊക്കെ തന്നെയാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഞാനീ സംസാരിക്കുന്ന സ്ഥലം ഉൾപ്പെടെ കേരളത്തിൽ 75% കാടായിരുന്നു. ചങ്ങനാശ്ശേരിയും എരുമേലി പോലുള്ള പ്രദേശങ്ങളിലും ചങ്ങനാശ്ശേരിയിലുമൊക്കെ കടലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായി തോന്നാം. കടലിൻ്റെ ധാനമാണ്, കടലിറങ്ങിയ ധാനമാണ് മലയാള ഭൂമി, ഇടനാട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിവുണ്ടെന്നറിയില്ല. 18,000 വർഷങ്ങൾക്ക് മുമ്പ് പമ്പയാർ, ഗ്രേറ്റർ പമ്പയെന്ന ഒറ്റ നദിയായിരുന്നു. അത് 3 നദിയായി മാറി, 2 നദിയായി മാറി. പിന്നെ 6,000 വർഷങ്ങൾക്ക് ശേഷം അത് 3 നദിയായി മാറി. ഇതൊക്കെ എത്ര പേർക്ക് അറിയാമെന്ന് നമുക്ക് അറിയില്ല. 2ാം ലോക മഹായുദ്ധ കാലത്ത് ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഭാഗമായിട്ടാണ് പാവപ്പെട്ട ജനങ്ങൾ, യാത്രാ സഞ്ചാരപ്രിയരായ ആളുകൾ കുടിയേറിയത്. അവർ അന്ന് ഒരു തെറ്റും ചെയ്തില്ല. ഇടനാട്ടിലും തീരപ്രദേശത്തൊന്നും ജീവിക്കാൻ കഴിയാതെ പട്ടിണിയും ദാരിദ്ര്യവും കൊടുമ്പിരി കൊണ്ടപ്പോൾ ജീവിക്കാൻ വേണ്ടി അന്നത്തിന് വേണ്ടിയിട്ടാണ് അവർ മലനിരകളിൽ കയറിയത്. രാജ്ഞിയുടെ കാലത്ത് 1800-കളിൽ 1820 എനിക്ക് തോന്നുന്നു, 20 തീയതി ഉണ്ടായ ആ വർഷത്തിലുണ്ടായ, വർഷമൊന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്, വർഷത്തിലുണ്ടായ ഒരു ഉത്തരവിൻ്റെ ഫലമായി ധാരാളം ആളുകൾ തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് മലബാർ ഭാഗത്തേക്ക് കുടിയേറിയിട്ടുണ്ട്. പട്ടംതാണുപിള്ളയുടെ കാലത്തും ഇത് ഈ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ വന്ന ഗവൺമെൻറ്റുകളെല്ലാം കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചു. കുറേ പേർക്ക് പട്ടയം കൊടുത്തു. പട്ടയം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് ആളുകൾ നിരവധി വർഷങ്ങളായി അവിടെ താമസിച്ചു, പട്ടയമില്ലാതെ തന്നെ. പിന്നെ അവിടെ ആദിവാസികളുമുണ്ട്. ആദിവാസികളുടെ ഭൂമി കയ്യേറിയ കഥകളുമുണ്ട്. അങ്ങനെ കർഷകർ മണ്ണിനോട് മല്ലടിച്ച് വയനാട്ടിലെ അമ്പും വില്ലുമൊക്കെ ഉപയോഗിച്ച് പാവപ്പെട്ട കർഷകർ അവരുടെ ജീവിതം പടുത്തുയർത്തിയപ്പോൾ ഇതുതന്നെ അവസരമെന്ന് മനസ്സിലാക്കി പുറമേയുള്ള മറ്റു ജില്ലക്കാരും കോഴിക്കോടും മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ തീർച്ചയായും വയനാട്ടിലേക്ക് കണ്ണുവച്ചു. 1970-കളിൽ തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന അമിതമായ പണവും നമുക്കുണ്ടായ ശമ്പള പരിഷ്കരണവും റബ്ബറിൽ വിറ്റ് കിട്ടുന്ന തുകയും നാം വാങ്ങിക്കൊടുന്ന സ്വർണവും എല്ലാം കൂടി കൊണ്ട് മലയാളിയുടെ കയ്യിൽ ധാരാളം നിക്ഷേപമുണ്ടായി. ഈ നിക്ഷേപങ്ങളൊന്നും കൃത്യമായി പ്രകൃതി സൗഹൃദമായ, പരിസ്ഥിതി സൗഹൃദമായ വ്യവസായങ്ങളിലേക്ക് പോകാൻ ഇവിടുത്തെ രാഷ്ട്രീയ, സാമൂഹിക, ട്രേഡ് യൂണിയൻ, സാംസ്കാരിക അന്തരീക്ഷം അനുവദിച്ചില്ല. ആരെയും കുറ്റപ്പെടുത്താനല്ല, പരിഭവം പറഞ്ഞതുമല്ല. നിർഭാഗ്യവശാൽ തുടങ്ങിയ കുഞ്ഞു കുഞ്ഞു സംരംഭങ്ങളെല്ലാം പല കാരണങ്ങളാൽ കൂട്ടി മലയാളിയുടെ കയ്യിൽ ധാരാളം പണമുണ്ടായി. ഈ കാലഘട്ടത്തിൽ അഴിമതിയും ഉണ്ടായി. കേരളത്തിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, രാഷ്ട്രീയ നേതൃത്വം വ്യാപകമായി അഴിമതിയിൽപ്പെടുന്ന കാഴ്ചയെ നാം കാണുന്നു. ഉദ്യോഗസ്ഥ വിഭാഗത്തിൽ നല്ലൊരു വിഭാഗവും അഴിമതിയുടെ പിന്നാലെ പോകുന്നു. ധാരാളം സമ്പത്തുണ്ടാക്കുന്നു, ബിനാമി സ്വത്തുക്കളൊക്കെ പടുത്തുയർത്തുന്നു. അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കയ്യിലുള്ള അനധികൃത സ്വത്തും ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ കറപ്ഷൻ കാണിക്കുന്ന, അഴിമതി കാണിക്കുന്നവരുടെ കയ്യിലുള്ളൊരു സ്വത്തും അല്ലാതെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ കയ്യിലുണ്ടാകുന്ന നേരായ പൈസയുടെ സ്വത്തും എല്ലാം കൂടി നാം ഉപയോഗിച്ചത് ടൂറിസം എന്ന മേഖലയിലാണ്. പരിസ്ഥിതി സൗഹൃദ ഉത്തരവാദിത്വ ടൂറിസം എന്നൊക്കെ നാം പറയുമെങ്കിലും അതെങ്ങനെയെന്ന് മലയാളിക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെ മലനിരകളിൽ കയറി വലിയ കെട്ടിടങ്ങൾ വെച്ചിടുക, വലിയ റോഡുകൾ ഉണ്ടാക്കുക, റിസോർട്ടുകൾ സ്ഥാപിക്കുക, അതാണ് ടൂറിസം എന്ന് നമ്മൾ ഉദ്ഘോഷിക്കുക.
ഒരു മലനിര കാണുവാൻ പോകുന്ന ഒരാളും മലയിലെ വലിയ കെട്ടിടത്തിൽ താമസിക്കാനല്ല, അവിടുത്തെ AC റൂമിൽ താമസിക്കാനല്ല അതിനവർ നഗരങ്ങളിൽ പോകും. അവിടെ പോകുന്നത്, മലനിരകളിൽ പോകുന്നത് അവിടുത്തെ കാലാവസ്ഥ അറിയാൻ, തണുപ്പറിയാൻ, വെള്ളമറിയാൻ, മഞ്ഞറിയാൻ, മഴയറിയാൻ, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി അറിയാൻ, സൗന്ദര്യം കാണാനാണ് പോകുന്നതെന്ന് നാം എന്നാണ് ഇനി തിരിച്ചറിയുക. മലനിരകളിൽ പോകുന്നവരാകട്ടെ, ഊട്ടിയിൽ പോകുന്നവർ, കൊടൈക്കനാലിൽ പോകുന്നവർ ദിവസങ്ങളോളം താമസിച്ച് നഗരങ്ങളിൽ എല്ലാ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പോകുന്നത്. നാട്ടിൽ ജീവിച്ച് കുറേ കൂടി അസ്വസ്ഥമാകുമ്പോൾ, സംഘർഷഭരിതമാകുമ്പോൾ, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മോചിതമാകാനാണ് കുടുംബമായും ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ ഇത്തരം പ്രദേശങ്ങളിൽ പോകുന്നത്. അങ്ങനെയുള്ള മനോഹരമായ, അതിമനോഹരമായ ടൂറിസം പ്രദേശങ്ങളിൽ പെടുന്നതാണ് വയനാട് മേഖലകൾ. അവിടുത്തെ കർഷകരെ നാം ഒരു കാരണവശാലും ഒന്നും പറയാൻ പാടില്ല. അവർ മല്ലിനോട് മല്ലടിച്ച് കൃഷിയെയും മൃഗസംരക്ഷണമൊക്കെ നടത്തി നന്നായി ജീവിക്കുന്നവരാണ്. അവർ അധികം ഭൂമിയെ പരിക്കേൽപ്പിച്ചിട്ടുള്ളവരല്ല. അവർക്ക് ഭൂമിയുടെ താളമറിയാം, മഴയുടെ രീതി അറിയാം, ഉരുൾപൊട്ടലിൻ്റെ കണക്കറിയാം, എല്ലാം അറിയാം. പക്ഷേ അതിലുപരിയായി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ചെന്നവർ, പണം വാങ്ങി കൊണ്ടുപോയവർ, ബിനാമി ഇടപാടിലും നേരിട്ടുമൊക്കെ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും ചെയ്തിട്ടുണ്ട്. കോറികൾ അധികൃതമായും അനധികൃതമായും കോറികൾ പ്രവർത്തിക്കുന്നു. പാറ ആവശ്യമില്ലേ? തീർച്ചയായിട്ടും പാറ ആവശ്യമുണ്ട്. നിർമ്മാണ പ്രവർത്തനത്തിന് പാറ ഒരു പ്രധാന വസ്തു തന്നെയാണ്. പക്ഷേ എവിടെ നിന്നെടുക്കാം, എത്ര എടുക്കാം, ഏതളവിലെടുക്കാം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ധാരണ ഉണ്ടാക്കണ്ടേ? മലനിരകളിൽ ജീവിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ജീവിത രീതി നമുക്ക് കൊണ്ടുപോകണമെന്ന് നാം ഇനിയെങ്കിലും ചിന്തിക്കണ്ടേ? മലനിരകളിൽ റോഡ് നിർമ്മിക്കുമ്പോൾ 20 ഡിഗ്രി 22 ഡിഗ്രി ചരിവിന് മുകളിലുള്ള പ്രദേശങ്ങളിൽ റോഡ് നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ മറ്റ് സുരക്ഷിത മാർഗങ്ങൾ കൂടി ഏർപ്പെടുത്തണ്ടേ? മുളയും രാമച്ചവും പോലുള്ള ധാരാളമുള്ള സസ്യസമ്പത്തും ഫെൻസിങ്ങും ഒക്കെ വെച്ച്, ഗാബിയൻ സ്ട്രക്ചറെല്ലാം വെച്ചുകൊണ്ട് മല ഇടിഞ്ഞ് വരാതെ, താഴേക്ക് വരാത്ത രീതിയിലുള്ള റോഡുകളൊക്കെ നമുക്ക് നിർമ്മിക്കാൻ പഠിക്കണ്ടേ? സാധാരണ സമതല പ്രദേശങ്ങൾ ചെയ്യുന്നമുള്ള വൻകിട കെട്ടിടങ്ങൾ നമുക്ക് പറ്റുമോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ വലിയ സമ്പത്തുള്ളവരാണെങ്കിൽ ദയവായി അവർ മാറിപ്പോയി മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്നതല്ലേ നല്ലത്. ഞാൻ ആളുകൾ മാറിപ്പോകണമെന്നുള്ള അഭിപ്രായക്കാരനല്ല. ഇവിടെ ഏറ്റവും പ്രധാനം ജീവനുകളാണ്. എത്ര ജീവനുകളാണ് നമുക്ക് പൊലിഞ്ഞത്? രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ എന്തുമാത്രം സ്വപ്നങ്ങൾ കണ്ടിരുന്നു. പിറ്റേ ദിവസത്തെ പരീക്ഷ, പിറ്റേ ദിവസത്തെ ഭക്ഷണം, പിറ്റേ ദിവസത്തെ യാത്രകൾ, അങ്ങനെ തുടങ്ങി ജീവിതം അവസാനം വരെയുള്ള എത്ര സ്വപ്നം കണ്ടു കിടന്ന ബാല്യങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആളുകൾ, ചില കുടുംബങ്ങളിൽ 10ഉം 14ഉം പേർ, 5ഉം 6ഉം തലമുറയിൽപ്പെട്ടവർ, എത്ര വൈകാരികമായിട്ടാണ് അവർ ഒന്നിച്ച് മണ്ണിനടിയിൽ പോയത്. പകുതിയിലധികം മൃതദേഹം ഇനിയും കണ്ടെത്തിയിട്ടില്ല. അത് മണ്ണിനടിയിലാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ആ മലനിരകളിൽ ഒലിച്ചിറങ്ങിയ പാറകളുടെ, ഒഴുകിപ്പോയ മണ്ണിൻ്റെ, വഴിമാറിപ്പോയ പുഴകളുടെ, പുതിയതായുണ്ടായ ഒരു പുഴയുടെയും തീരങ്ങളിൽ കണ്ടത് നിശബ്ദമായ ആ കാറ്റിൻ്റെ, ചെറിയ മഴയുടെ ശബ്ദത്തിൽ ഞങ്ങൾ നിന്നത് ഓടിട്ടതും ടെറസുമായ കെട്ടിടങ്ങൾ ഇടിഞ്ഞ് കംപ്ലീറ്റ് വീണ് അതിൻ്റെ പുറത്താണ്. അവിടെ ഒരു കമ്പ്യൂട്ടർ ഇരിക്കുന്ന കണ്ടു, ഒരുപാട് കളിപ്പാട്ടങ്ങൾ കണ്ടു, വസ്ത്രങ്ങൾ കണ്ടു, പാത്രങ്ങൾ കണ്ടു, ഫ്രിഡ്ജിൻ്റെയും TV-യുടെയും ഭാഗങ്ങൾ കണ്ടു. എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഒരു ജനത അത് ഉണ്ടാക്കിയിട്ടുള്ളാവുക. നിരന്ന പ്രദേശങ്ങളിൽ സ്ഥലം കിട്ടാത്തത് കൊണ്ടല്ലേ കിട്ടുന്ന സ്ഥലങ്ങളിൽ ആളുകൾ വീട് വെക്കുന്നത്. അവർ വീട് വെക്കുമ്പോൾ അവർക്കാവശ്യമായ സുരക്ഷിതത്വം ഒരുക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അരക്ഷിതമായ സ്ഥലത്ത് വീട് വെക്കരുതേ എന്ന് പറഞ്ഞ് അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചില്ല, സംസ്ഥാന ഗവൺമെൻറ് അറിയിച്ചില്ല, ജില്ലാ പഞ്ചായത്ത് അറിയിച്ചില്ല, ഗ്രാമപഞ്ചായത്ത് അറിയിച്ചില്ല, അറിയിച്ചിട്ടും മാറിയില്ല എന്നൊക്കെ സാങ്കേതികത്വത്തിൻ്റെ നൂലാമാലകളിൽ പിടിച്ച് നാം എഴിയുമ്പോൾ, ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും ഗ്രീൻ അലർട്ടും യെല്ലോ അലർട്ടും ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടിയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് തിരുവനന്തപുരത്തും നഗരങ്ങളിലുമുള്ള ശീതീകരിച്ച മുറികളിലിരുന്ന് നാം അതര വ്യായാമങ്ങൾ നടത്തുമ്പോൾ, അവിടെ ഒരു ജനത 150 വർഷങ്ങൾക്കിപ്പുറം മണ്ണിനോട് മല്ലടിച്ച്, മലയോട് പടവെട്ടി ജീവിതം കരുപിടിപ്പിക്കുകയായിരുന്നു. അവരിന്ന് നമ്മളോടൊപ്പമില്ല. വലിയ പാഠമാണ് വയനാട് നൽകുന്നത്.
നാം ഇത് വളരെ ഗൗരവമായി എടുക്കണം. അവിടുത്തെ മലനിരകളെ പൊട്ടിയൊഴുകിയത് കേവലം മഴ കൊണ്ട് മാത്രമല്ല, നിരവധി പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ആ മലനിരകളിൽ ഉണ്ടായി വന്ന ഭൂവിനിയോഗ രീതികൾ, മലനിരകളുടെ സ്വഭാവം, മലനിരകളുടെ പൊക്കം, ചരിവ്, ആ ചരിവിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ ജീവിത രീതി, അവിടെ വന്നിട്ടുള്ള കെട്ടിടങ്ങൾക്കാവശ്യമായ ജലമെടുക്കുന്ന സംവിധാനം, മാലിന്യ സംസ്കരണം, അതിനുവേണ്ടി കുഴികളെടുത്തത്, ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണാനുണ്ടായിരുന്നു. ഇതെല്ലാം കൂടിയാണ് ആ മലനിരകളെ ഉലച്ചത്. പ്രകൃതിയുടെ ഭാഗവുമുണ്ട്, മനുഷ്യൻ്റെ ഇടപെടലുമുണ്ട്. പ്രകൃതിയുടെ ഭാഗമായാലും മനുഷ്യൻ്റെ ഇടപെടലായാലും അത് തിരിച്ചറിയുന്ന മാനവരാണ് അതിജീവിക്കുന്നത്. പക്ഷെ പാവപ്പെട്ടവർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാനാവില്ല. അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയണം. ഇതാണ് ആ ഭാഗത്തെ ഒരു പ്രധാന കാഴ്ച. വയനാട് കണ്ട കാഴ്ചകളുടെ വ്യത്യസ്ത ചിത്രങ്ങൾ ഞാൻ ഈ വീഡിയോടൊപ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്, തീർച്ചയായും അതിജീവിക്കണം. അവിടെ വരുന്ന ആ ജില്ലയിൽ 10 ലക്ഷം വരുന്ന കുടുംബങ്ങൾക്ക് ഇറങ്ങിപ്പോയി ഇതാ വയനാട് മലകൾ പ്രകൃതിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിക്കാനാവില്ല. അങ്ങനെ പശ്ചിമഘട്ട മലനിരകളിലെ എത്ര ആളുകൾ എവിടെ ഇറങ്ങിപ്പോയി ജീവിക്കും? മലനിരകളിൽ കയറിയതുപോലെ മലനിരകളിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എവിടെയാണ് ജീവിക്കുക? സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റണം. സുരക്ഷിതത്വം കുറഞ്ഞ സ്ഥലങ്ങളിൽ കൃഷിയും മറ്റു കാര്യങ്ങളും ആവട്ടെ, കൃഷിക്ക് ഇൻഷുറൻസ് ഒക്കെ ഏർപ്പെടുത്താം. അവിടുത്തെ ടൂറിസത്തെ നമുക്കൊന്നുകൂടി പുനർനിർവചിക്കണം. നമുക്കെന്നാണ് ഞാൻ പറയുന്നത്, എല്ലാവരും കൂടി, സാങ്കേതിക വിദഗ്ധരും ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും ഗവൺമെൻറ്റുകളും തദ്ദേശഭരണ സ്ഥാപനങ്ങളും എല്ലാവരും കൂടിയാണ് ഇത് ചെയ്യേണ്ടത്. ഇനിയും നമുക്കൊരു ജീവനുകളെ വിട്ടുകൊടുക്കാനില്ല മരണത്തിന്. നമ്മുടെ അറിയിപ്പുകൾ സംവിധാനങ്ങൾ പോരായെങ്കിൽ നമ്മൾ കൂടുതൽ അറിയിപ്പ് സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ഹുമെന്ന് പറയുന്ന ഏജൻസി ശ്രീ വിഷ്ണുദാസിൻ്റെ നേതൃത്വത്തിൽ അതിമനോഹരമായി കുറേ ചെറുപ്പക്കാർ അവിടെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഉന്നത ബിരുദധാരികളാണ്, അവർ ഗവേഷകരാണ്. അവർ ആ മലനിരകളുടെ ഓരോ പ്രദേശത്തെയും മഴയളക്കുന്നുണ്ട് ജനങ്ങളുടെ സഹായത്താൽ. 200 സെൻറ്ററുകളിലാണ് മഴയളക്കുന്നത്. ഈ വിവരങ്ങൾ അവിടെ ഉണ്ട്, അത് പ്രയോജനപ്പെടുത്തണം. നമുക്കൊരു ഭൂസാക്ഷരത ആവശ്യമുണ്ട് വയനാടിന്. അത് വയനാടിന് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിനാകെ ആവശ്യമുണ്ട്. പശ്ചിമഘട്ട മലനിരകളെന്ന് പറയുന്നത് 5, 6, 100, 200 പഞ്ചായത്തല്ല. പശ്ചിമഘട്ട മലനിരകൾ 534 പഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തുകളിലൊക്കെ മലനിരകളുടെ തത്വശാസ്ത്രമനുസരിച്ചുള്ള, രീതിശാസ്ത്രമനുസരിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടക്കണം. നമ്മുടെ അക്വിഫർ ഭൂഗർഭജലത്തിന് എന്ത് സംഭവിക്കുന്നു? അതെന്ത് സമ്മർദ്ദമാണ് ഭൂമിയിൽ കൊടുക്കുന്നത്? അത് നദികൾക്കും പുഴകൾക്കും ഒക്കെ അധിക ജലം മഴക്കാലത്ത് എടുക്കാൻ കഴിയാത്ത രീതിയിൽ കരപ്രദേശങ്ങളിൽ പുതിയ ഭൂഗർഭ അറകൾ സൃഷ്ടിക്കുന്നുണ്ടോ? അതിൻ്റെ സമ്മർദ്ദം വരുന്നുണ്ടോ എന്നുള്ള ഹൈഡ്രോളജി നമ്മൾ ചർച്ച ചെയ്യണം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഗൗരവമായ അക്വിഫർ മാപ്പിംഗ് നടക്കണം. ഉപരിതല ജലനിരൊഴുക്കിൻ്റെ രീതികൾ നമ്മൾ പഠിക്കണം. ഭൂവിനിയോഗത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. വളരെ ഗൗരവമായി കണ്ട കാഴ്ചകളാണിത് വയനാട് നിന്ന്. ഇത് വയനാടിലേക്ക് മാത്രമല്ല, അപ്പുറത്ത് കുറിച്യാമലയും ബ്രഹ്മഗിരി കുന്നുകളും ബാണാസാഗർ അണക്കെട്ടിനടുത്തുള്ള ഡാമിനടുത്തുള്ള കുന്നുകളും പ്രധാനപ്പെട്ട കുന്നുകളെല്ലാം തന്നെ ഗൗരവമായി നിരീക്ഷണത്തിന് 24 മണിക്കൂർ നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തണം. തീർച്ചയായും തുടർ ചലനങ്ങൾ ഇനിയും ഉണ്ടാകാം. ആരെയും ഭീതിപ്പെടുത്താനോ പേടിപ്പിക്കാനോ അല്ല. നമ്മളൊരു പ്രദേശത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അറിയണ്ടേ, ഞാനെന്ന വ്യക്തിക്ക് എൻ്റെ ശരീരത്തിന്, എൻ്റെ മനസ്സിന്, എൻ്റെ ആരോഗ്യത്തിന്, എൻ്റെ ജീവൻ എന്തെല്ലാം ദോഷങ്ങളുണ്ടെന്ന് ഞാൻ തിരിച്ചറിയണ്ടേ? അതുപോലെ ഞാൻ താമസിക്കുന്ന ഭൂമിക്ക്, എൻ്റെ ഭൂപ്രദേശത്തിന്, ഞാൻ അധിവസിക്കുന്ന പ്രദേശത്തിന് എന്തെല്ലാം പ്രത്യേകതയുണ്ട്? എത്ര ഡിഗ്രി ചരിവാണ്? എന്താണ് അവിടുത്തെ പൊക്കം? എന്താണ് അവിടുത്തെ മണ്ണിൻ്റെ അവസ്ഥ? എന്താണ് വെള്ളത്തിൻ്റെ സ്ഥിതി? മഴ വന്നാൽ എങ്ങോട്ട് പോകും? എന്തൊക്കെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്? എന്തൊക്കെ ദുരന്തങ്ങളുണ്ടെന്ന് ഞാൻ തിരിച്ചറിയണ്ടേ? തീർച്ചയായും തിരിച്ചറിയണം. അതുപോലെ തന്നെ ഇത് 1-ാം ദിവസത്തെ കഥയാണെങ്കിൽ, 2-ാം ദിവസം കേരള സംസ്ഥാനത്തിലെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി ആക്ടിവിസ്റ്റുകളും സന്നദ്ധ പ്രവർത്തകരും വിവിധ സ്ഥാപനത്തിലെ മേധാവികളും അടക്കം, ശാസ്ത്രജ്ഞരും ഗവേഷകരുമടക്കം 500-ലധികം വരുന്ന ആളുകൾ MS സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ ഒത്തുചേരുകയും രാവിലെ 9:30 മണി മുതൽ 6:30 മണി വരെ, പലർക്കും ട്രെയിനുകളിൽ തിരിച്ചു പോകണമെന്നുള്ളത് കൊണ്ട് ചർച്ചകൾ അവസാനിപ്പിച്ചതാണ്, 6:30 മണി വരെ ഗൗരവമായ ചർച്ചകളിൽ ഏർപ്പെട്ടു. സംസ്ഥാന മുൻ ചീഫ് സെക്രട്ടറിയും
ഈ പാരിസ്ഥിതിക മേഖലകളിലും പശ്ചിമഘട്ടത്തോടുമൊക്കെ വളരെ വൈകാരികമായി ബന്ധമുള്ള ഇത്തരം കാര്യങ്ങളിൽ എവിടെയായാലും ഓടിയെത്തുന്ന ശ്രീ വിജയാനന്ദ് IAS മുൻ ചീഫ് സെക്രട്ടറിയാണ്, ആസൂത്രണ സാമ്പത്തിക വകുപ്പ് സെക്രട്ടറിയാണ്, പഞ്ചായത്താരാജ് സ്ഥാപനങ്ങളുടെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അപ്പോസ്തലനായി പ്രവർത്തിച്ചിട്ടുള്ള വളരെ ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ്. ചീഫ് സെക്രട്ടറി റാങ്കിൽ വിരമിച്ച ആളാണ്. സാറുണ്ടായിരുന്നു, സാറിൻ്റെ നേതൃത്വം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചിട്ട് എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെയും പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്തു. വലിയ ചർച്ചകൾ നടന്നു. സമയം പോരായിരുന്നു എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് തുടർ ചർച്ചകൾ അവിടെ വച്ചിട്ടുണ്ട്. സേഫ് വയനാട് തന്നെയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ വയനാടിലെ എല്ലാ ഭാഗങ്ങളും സേഫ് അല്ല. അത് വയനാടിലെ മാത്രമല്ല, പശ്ചിമഘട്ട മലനിരകളിലെ പലയിടങ്ങളും സേഫ് അല്ല. തീരദേശ പ്രദേശങ്ങളിലെ പലയിടങ്ങളും പഴയതുപോലെ സേഫ് അല്ല. ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥ മാറ്റത്തിൻ്റെയും പുതിയ കാലഘട്ടത്തിൽ സേഫ് അല്ലാത്ത പ്രദേശങ്ങൾ സേഫ് അല്ല എന്ന് തിരിച്ചറിയണം. മഴയുടെ രൂപം മാറുന്നു, കാലം മാറുന്നു. ചെറിയ പ്രദേശത്ത് ചെറിയ കാലയളവിൽ വലിയ മഴ, മേഘവിസ്ഫോടനങ്ങൾ. കളമശ്ശേരിയിൽ വന്നില്ലേ? എന്തിനു മലയെ കുറ്റം പറയണം? അതുകൊണ്ട് കേരളമാകുന്ന ഭൂമി, ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന 8 ഡിഗ്രി അക്ഷാംശത്തിൽ കിടക്കുന്ന കേരളം, പടിഞ്ഞാറ് ഭാഗത്തെ കടലും കിഴക്ക് ഭാഗത്തെ സഖ്യൻ പർവ്വതമല്ലകരമുള്ള ഇത്രയധികം ജൈവ വൈവിധ്യമുള്ള, ചരിവിന് പ്രാധാന്യമുള്ള, മണ്ണിൻ്റെ ഘടനയ്ക്ക് പ്രാധാന്യമുള്ള, മണ്ണിൻ്റെ കനം കുറവുള്ള, പാറയുടെ ആഴത്തിൽ വ്യത്യാസമുള്ള, ചരിവിൽ വലിയ വ്യത്യാസമുള്ളൊരു ഭൂപ്രദേശം ലോകത്തെങ്ങുമില്ല. അതുകൊണ്ട് ഈ വ്യത്യസ്ത ഭൂപ്രദേശത്ത് ജീവിക്കുന്ന നമ്മൾ കടലിൻ്റെ താഴെ നിരപ്പിൽ കിടക്കുന്ന കുട്ടനാട് മുതൽ അഗസ്ത്യമലയുടെ ആനമുടി വരെ കിടക്കുന്ന ഭൂപ്രദേശങ്ങളിലെ വൈവിധ്യം മനസ്സിലാക്കി അതിൻ്റെ ജൈവ വൈവിധ്യം തിരിച്ചറിഞ്ഞ് നാം എന്ന് പറയുന്നൊരു ജനത ജീവിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഓരോ പ്രദേശത്തും വീട് വെക്കുമ്പോഴും റോഡ് നിർമ്മിക്കുമ്പോഴും പുതിയ പദ്ധതികൾ വരുമ്പോഴും പരിസ്ഥിതിയെയും പ്രകൃതിയെയും കൂടി സ്നേഹിക്കണം, അതുകൂടി തിരിച്ചറിയണം, അതുകൂടി അറിയണം എന്നാണ് നമ്മോട് വയനാട് പറയുന്നത്. അത് വയനാടുകാരോട് മാത്രമല്ല, കേരളത്തോട് പറയുകയാണ്, ഇന്ത്യയോട് പറയുകയാണ്, ലോകത്തോട് പറയുകയാണ്. ആ വയനാടിൻ്റെ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. തീർച്ചയായും വയനാടിൽ 2 ദിവസത്തെ, ഒരു ദിവസത്തെ സന്ദർശനവും ഒരു ദിവസത്തെ സെമിനാറും കൊണ്ട് തീരുന്നതല്ല. ഇനിയും നിരവധി തവണ വയനാടിൽ പോകണമെന്നും അവിടുത്തെ ജനതയെ സാങ്കേതികമായും ശാസ്ത്രീയമായും സഹായിക്കണമെന്നും ആഗ്രഹമുണ്ട്. സംസ്ഥാനത്ത് ഒരുപാട് ആളുകൾ ഈ ആഗ്രഹത്തിൽ നിൽക്കുന്നു. പല രൂപത്തിലാണ് ഒരു ജനതയെ നമുക്ക് സഹായിക്കാൻ കഴിയുക. അത്തരത്തിൽ വ്യത്യസ്ത രൂപത്തിൽ ഓരോരുത്തരും ഈ സമൂഹത്തെ, വയനാടിനെ സഹായിക്കുന്നതോടൊപ്പം മറ്റു പ്രദേശങ്ങളുടെ, മലനിരകളുടെ ജനങ്ങളുടെ, സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുവാനും കൃഷിയും ഭൂവിനിയോഗ രീതികളും എല്ലാ കാർഷിക വിളകളും എല്ലാം പുനർനിർവചിക്കുവാനും ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന ടൂറിസം മേഖലയെ ഉത്തരവാദിത്ത ടൂറിസത്തിലേക്കും പരിസ്ഥിതി സൗഹൃദമായ, പ്രകൃതി സൗഹൃദമായ പുതിയ ടൂറിസത്തിലേക്കും കൃഷിയൊക്കെ ബന്ധിപ്പിക്കുന്ന പുതിയ ടൂറിസത്തിലേക്കും എങ്ങനെ കൊണ്ടുപോകാമെന്ന് ആലോചിക്കുന്ന പുതിയൊരു കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതാകട്ടെ വയനാട് നമുക്ക് നൽകുന്ന പാഠം. ആ പാഠത്തിൽ നിന്നുകൊണ്ട് വയനാട് പുനഃസൃഷ്ടിക്കാം. ഒപ്പമുണ്ട് എല്ലാവരും. അതോടൊപ്പം തന്നെ ആ വയനാടിനെ പുനഃസൃഷ്ടിക്കുന്ന പോലെ തന്നെ കേരളത്തിൻ്റെ മലനിരകളെ നമുക്ക് പഠിക്കാം. ആശങ്ക ഉയർത്തുന്ന മലനിരകളെ കൂടുതൽ അറിയാം. അശാന്തമാകുന്ന തീരങ്ങളെയും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും നന്ദി.